നെറ്റിയുയർത്തി മേൽപോട്ട് നോക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ രക്ഷ സമീപസ്ഥമായിരിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരിമാരെ, പിറവിത്തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. യേശുവിൻ്റെ വരവിനെക്കുറിച്ചും അവിടുത്തെ അധികാരത്തെക്കുറിച്ചും ഗുണഗണങ്ങളെക്കുറിച്ചും പഴയ നിയമം സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബെയോറിൻ്റെ മകനായ ബാലാമിന് ദർശനം ലഭിക്കുകയും പ്രവചിക്കുകയും ചെയ്തത് ഇതാണ്: സർവശക്തനിൽ നിന്നും ദർശനം ലഭിച്ചവൻ, ദൈവത്തിൻ്റെ വാക്കു ശ്രവിച്ചവൻ, അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള സൂചനയാണിത്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി 21-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ആധികാരികതയെയും അധികാരത്തെയും ചോദ്യം ചെയ്യുന്ന ഫരീസയരുടെ അറിവില്ലായ്മയും നാം വായിച്ചറിയുന്നു. ഈ ആഗമന കാലയളവിൽ യേശുവിൻ്റെ ആധികാരികതയെ, അധികാരത്തെ സംശയദൃഷ്ടിയോടെ കാണാതെ ദൈവജനത്തെ മുഴുവനും ഭരിക്കാനും രക്ഷയിലേക്ക് നയിക്കുവാനുമുള്ള ശക്തനായ രാജാവ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ അവിടുന്നാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് അയോഗ്യതകൾ കണ്ടുപിടിച്ച് അവിടത്തോട് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കാം. യേശുവിന് നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കാൻ, അതിനായി നല്ലൊരു ഇരിപ്പിടം സജ്ജമാക്കാൻ അവിടത്തോട് പ്രാർത്ഥിക്കാം. ഉണ്ണിയേശു നമ്മുടെ ഹൃദയങ്ങളിൽ പിറന്ന് അവിടുത്തെ ശാന്തിയും സമാധാനവും നമ്മിൽ നിറച്ച് ആ സന്തോഷത്തിൽ നാം ജീവിക്കാൻ ആഗ്രഹിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.